വേണ്ടത് പടച്ചവനെ അവരുടെ ചരിത്രമെങ്കിലും വായിക്കാൻ സമയം കണ്ടെത്തണേ. അല്ലാതെ ഇങ്ങനെ നടന്നാ പോരാ. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ആരാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഉമർ തങ്ങൾ കൊതിച്ചു പോയ ഈ ചെറുപ്പക്കാരെന്നറിയോ? അവരുടെ ചരിത്രം എന്തെന്നറിയോ? അവര് പറഞ്ഞു തരുന്ന ഗുണപാഠം എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ. മഹാനായ സഹാബത്തിന്റെ ചരിത്രം അവിടെ നിന്ന് പഠിക്കാം. അല്ലാഹുവേ, ആരാ അബൂ ഉബൈദ എന്നറിയുമോ ചെറുപ്പക്കാരാ? പെങ്ങളെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? ആ ചുണക്കുട്ടി ആരാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രമൊന്ന് വായിച്ചു നോക്കാം. ബദർ യുദ്ധം നടക്കുകയാണ്. ബദറിന്റെ രണാകടത്തിലൂടെ സ്വഹാബത്ത് മുഴുവനും വാളും പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ ഇടയിൽ കടന്ന് ധീരമായ വിടന്ന് പോരാടുകയാണ്. ഘോരമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലൂടെ മഹാനായ സ്വഹാബത്ത് മുഴുവനും അവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒളിച്ചും പാത്തും നടക്കുകയാ. യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ സ്വഹാബത്ത് ശത്രുക്കളുമായി പോരാടി ഷഹീദാകുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒളിച്ചു നടക്കുകയാണ്. ആരോ കാണാതിരിക്കാൻ കണ്ണു പെട്ടിച്ച് നടക്കുന്നത് പോലെ വേറെ ഒരാളോടും പടച്ചവനെ യുദ്ധം ചെയ്യാതെ ഒളിച്ചും പാത്തും ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നടക്കുന്നതെന്നറിയോ? അബൂ ഉബൈദ തങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കുമ്പോ മറുഭാഗത്ത് ഒരാള് ഉരിപ്പിടിച്ച വാളുമായിട്ട് ഒരാളെ തെരയുകയാണ്. എവിടെ അബൂ ഉബൈദ? എവിടെ അബൂ ഉബൈദ? വേറെ ഒരാളോടും യുദ്ധം ചെയ്യുന്നില്ല. വേറെ ഒരാളെയും ജറാഹിന് വേണ്ട. ജറാഹ് എന്ന് പറയുന്ന മനുഷ്യൻ അതാ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തെരഞ്ഞു നടക്കുകയാണ്. ഇവര് രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധമെന്നറിയുമോ? ഈ അബൂ ഉബൈദയുടെ പിതാവാണ് ജറാഹ്. വാപ്പയും മകനുമാണ്. വാപ്പ മകനെ തേടി നടക്കുന്നു. മകനാണെങ്കിൽ വാപ്പയെ കാണാതെ ഒളിച്ചും പാത്തും നടക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അബൂ ഉബൈദ മുസ്ലിമാണ്, ജറാഹ് മറ്റു വിശ്വാസിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശത്രുവാണ് ജറാഹ്. അബൂ ഉബൈദ മുസ്ലിമാണ്. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകന്റെ തലയെടുക്കണമെന്ന് കരുതിയിട്ട് ജറാഹ് എന്ന് പറയുന്ന പിതാവ് തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ തിരഞ്ഞിരഞ്ഞ് അവസാനം വരുമ്പോ തന്റെ പൊന്നാര മകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയാ. വാപ്പ മകനെ തേടി നടക്കുകയാ. തന്റെ പൊന്നാര മകനെ കൊല്ലാൻ, മുസ്ലിമായ മകന്റെ തലവെട്ടാൻ വാപ്പ മകനെ തെരഞ്ഞു നടക്കുന്നു. പടച്ചവനെ, എത്രയാണെങ്കിലും എന്റെ ഉപ്പയാണല്ലോ, ഉപ്പയോട് യുദ്ധം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് പതുങ്ങി ഒളിഞ്ഞു നടക്കുകയാണ്. അവസാനം നബി തങ്ങളുടെ ചാരത്ത് തന്റെ പൊന്നാര മകൻ നിൽക്കുന്നത് കണ്ടപ്പോ, അബൂ ഉബൈദ നിൽക്കുന്നത് കണ്ടപ്പോ ജറാഹ് വന്നിട്ട് ഉബൈദ എന്ന് പറയുന്ന പൊന്നാര മകനെ ചീത്ത വിളിക്കുകയാ. അവന് ദേഷ്യമുണ്ടാകാൻ, അവന്റെ യുവത്വം, അവന്റെ രക്തം തിളപ്പിക്കാൻ പൊന്നാര മകനെ ചീത്ത പറയുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും അവൻ മിണ്ടുന്നില്ല. സ്വന്തം പിതാവ് തന്റെ പൊന്നാര മകനെ ചീത്ത വിളിച്ചപ്പോ അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, എന്നെ ചീത്ത പറയുന്നത് വേറെ ആരുമല്ലല്ലോ, അല്ലാ, എന്റെ പിതാവല്ലേ, എന്റെ ഉപ്പയല്ലേ. എന്റെ ഉപ്പയ്ക്കതോ പറയാനുള്ള അവകാശമുണ്ടല്ലോ. മതി വരുന്നോളം എന്റെ പിതാവ് പറഞ്ഞുകൊള്ളട്ടെ. ജറാഹ് കടന്നുകൊണ്ട് ചീത്ത വിളിക്കുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന പൊന്നുമകന് കേൾക്കാത്തതുപോലെ നിൽക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന് ദേഷ്യം വരുന്നില്ല. ജറാഹിന് മനസ്സിലായി, ഏതൊരു മനുഷ്യന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് ഉമ്മയെ കുറിച്ച് മോശമായി
മോശമായി പറയുക, മാതാവിനെ കുറിച്ച് മോശമായി പറഞ്ഞ ഏതു മനുഷ്യനും ദേഷ്യം വരുമല്ലോ. അവിടുന്ന് ജറാഹു പറയുന്നു, എടാ അബൂ ഉബൈദ, നീ എന്റെ മകനല്ലടാ, നീ വ്യഭിചാരത്തിലൂടെ ഉണ്ടായവനാണടാ. സ്വന്തം ഉമ്മയുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്തുകയാ. അബൂ ഉബൈദ ചിന്തിച്ചു, അല്ലാ, പറയുന്നത് എന്റെ ഉമ്മയാണെങ്കിലും പടച്ചവനെ, ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്. എന്റെ ഉമ്മ കാര്യം ശരിയാണ്, പക്ഷേ സ്വന്തം ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. ഉമ്മയെ വ്യഭിചാരി എന്ന് വിളിച്ചിട്ട് പോലും അനങ്ങാതെ വന്നപ്പോ അബൂ ഉബൈദയുടെ പിതാവിനറിയാം, ഇനി മകന്റെ രക്തം തിളയ്ക്കണമെങ്കിൽ, തന്റെ പൊന്നാര മകനെ വൈലന്റ് ആക്കണമെങ്കിൽ, അല്ലാഹുവേ, ഇനി ഉമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല, വാപ്പയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ലോകത്ത് വേറെ ആരെ കുറിച്ചോ പറഞ്ഞിട്ടും കാര്യമില്ല. അവന് ദേഷ്യം വരണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഉബൈദയുടെ മനസ്സ് വേദനിക്കുമെന്ന് പിതാവിനറിയാ. നബി തങ്ങളെ പറഞ്ഞാൽ അവനെ സഹിക്കൂല എന്നറിയാ. അതുകൊണ്ട് പിതാവ് നബി തങ്ങളോട് പറയുകയാണ്, മുഹമ്മദേ, നിന്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാ അവന് സ്വർഗത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അവന് സ്വർഗത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? മുഹമ്മദേ, ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവനെ ഇറക്കി വിട് മുഹമ്മദേ. എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. ഇറക്കി വിട്, അവന് ധൈര്യമുണ്ടെങ്കിൽ ഇറക്കി വിട്. എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. അല്ലാഹുവേ, ജറാഹ് അവിടെ നിന്നുകൊണ്ട് നബി തങ്ങളോട് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോ സ്വഹാബത്ത് പറയുകയാ, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടുന്ന് ചീത്ത പറയുമ്പോ പിന്നെ അബൂ ഉബൈദ തിരിഞ്ഞു നോക്കിയില്ലടോ. അവിടുന്ന് ചാടി ഇറങ്ങുകയാണ്, പിതാവിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങുകയാണ്. പിന്നെ ഒന്നും കാണുന്നില്ലടോ. കുറെ സമയത്തേക്ക് ഒന്നും കാണാനില്ല. പൊടിപടലങ്ങൾ പടരുകയാണ്. കുറച്ചു കഴിയുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, ഒരു കയ്യിൽ തന്റെ പിതാവിന്റെ തലയിരിക്കുകയാണ്. തനിക്ക് ജന്മം കൊടുത്ത പിതാവിന്റെ തലയും വെട്ടിയെടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അവിടെ വന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. നബി തങ്ങൾ അവിടുന്ന് തലതിരിക്കുകയാണ്. അപ്പുറവും ഇപ്പുറവും ചെന്നിട്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുന്നില്ല. കാരണം എന്തെന്നറിയോ? സ്വന്തം പിതാവിന്റെ തലയെടുത്തിട്ടാണ് മകൻ നിൽക്കുന്നത്. സ്വന്തം വാപ്പയുടെ തലയാണ് പൊന്നാര മകൻ എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീൻ ആരെയും കൊല്ലാൻ പറയുകയല്ല, കൊല്ലാൻ പറയുന്ന മതമല്ലടോ. ആരെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. പടച്ചവനെ, വാപ്പയുടെ തലവെട്ടണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല. മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിലും അവര് പറയുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരല്ലാത്ത കാര്യമാണെങ്കിൽ അനുസരിക്കണമെന്ന അവര്
ബഹുമാനിക്കണമെന്ന പടച്ചവനെ പിതാവിന്റെ തലയാണ് തന്റെ പൊന്നാര മകൻ എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നത്. എന്തു പറയണമെന്നറിയില്ല. പടച്ചവനെ നബിതങ്ങൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പഠിക്കണം യുവാക്കള്, പഠിക്കണം യുവതികള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഒരുപാട് പേരുദോഷങ്ങളും അപവാദങ്ങളും പരിഹാസങ്ങളും ഈ സമുദായം കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഭീകരവാദവും തീവ്രവാദവും ഇന്നത്തെ യുവാക്കളിൽ മുദ്രകുത്തപ്പെടുമ്പോ ചെയ്ത കുറ്റമെന്തെന്നറിയാതെ ജയിലറകളിൽ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അല്ലാഹു തന്ന ആയുസ് ജയിലറകളിൽ കഴിയുന്ന എത്രയോ യുവാക്കളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ. ലോകത്തിന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ദീനിന്റെ നിലപാട് എന്തെന്നറിയുമോ? ഒരു ഇല പോലും വെറുതെ പറിച്ചു കളയാൻ പാടില്ല. ഒരു വൃക്ഷത്തിന്റെ ഇലകൾ പോലും തമാശയ്ക്ക് വലിച്ചു പറിച്ചു കളയാൻ പാടില്ല. കാരണം അതൊരു ജീവനാടോ, അതൊരു ജീവനാടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്നതാണ്. നബിതങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ലോകത്തിന്റെ പ്രിയപ്പെട്ടവര്, ഒരു മനുഷ്യനെ കൊല്ലുന്നത്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരുമാകട്ടെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാ. ഇത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരാളെ ഉപദ്രവിക്കരുത്, ഒരാളെ വേദനിപ്പിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പടി കൂടെ കടിച്ച ഞാനും നിങ്ങളും ദീനിനെ കുറിച്ച് പഠിച്ച നിന്റെ സ്വന്തം പറമ്പില് നീ പൈസ കൊടുത്ത് അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് വീട് വെക്കുന്നത് നിന്റെ അവകാശമാ, നിന്റെ ഇഷ്ടമാണല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പറയുകയാണ്, നിന്റെ വീട് 2 നില കെട്ടാൻ പാടില്ല, നിന്റെ വീട് ഉയർത്തി കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചവും കാറ്റും പോകുന്നതിന് തടസ്സമായ നിന്റെ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണ് 2 നില വീട് വെച്ചാൽ. നിന്റെ വീട് ഉയർത്തിക്കെട്ടിയാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചവും കാറ്റും പോകുന്നതിന് തടസ്സമായാൽ ആ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളെയും ഉപദ്രവിക്കരുത്. എന്ത് പ്രയാസമാണെങ്കിലും ഒരാളും സങ്കടപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? ചെറിയ കുഞ്ഞിനോട് ചോദിക്കുന്നു, എന്തിനാ മോനെ നിസ്കരിക്കുന്നത്? എന്തിനാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്?